ഏത് ട്രെയിനിലെ കയറണേ? ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ കണ്ണൂർക്ക് പോവാണ്. ഒരു ഉറപ്പീരുണ്ട് ഞങ്ങളുടെ കസിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. കാര്യം കുറേ നാളായി ഇതൊക്കെ വന്നിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, അമ്മയുടെ വീട്ടിൽ നിന്ന് മൊത്തം 40 പേരാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലായിട്ട് അറിയിച്ചൊക്കെ നിൽക്കുന്നത്. പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കച്ചേരിപ്പടി നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. മൂഴിക്കുളത്ത് നിന്ന് ഇവിടെ എത്താനായിട്ട് ഏകദേശം ഒരു 1 hour എടുത്തു കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് പിന്നെ ബ്ലോക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം വന്നേക്കുന്നത് 8:10 എല്ലാവരും കറക്റ്റ് ടൈമിന് തന്നെ എത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ വേറെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചൊന്നുമില്ല. നല്ല നീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും എല്ലാം കൂടി ആയപ്പോൾ എല്ലാവരും നല്ല റിലാക്സ്ഡ് മൂഡായിട്ടാവും. അപ്പോൾ ഒരു ടിവിയും ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. കാരണം കുറേ മണിക്കൂർ ഇതിലിരിക്കണല്ലോ. ഞങ്ങൾ കയറി അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു തുടങ്ങി. ഇതേ 2 പേര് ഭയങ്കര ഡിസ്കഷനാട്ടോ, എന്തൊക്കെയാണോ പറയണത്. ഹലോ, എങ്ങനെയുണ്ട് കേറിയിട്ട്? നല്ലതാണോ? ആണോ? ഇഷ്ടായോ? എടുത്തില്ലേ? സോറി. ഇങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോണ്ടല്ലോ ഒരു ഓളാണ് ഞങ്ങൾക്ക്. അതൊരു 1.5 ഓളാക്കാനായിട്ട് ഇവിടെ ഒരാൾ പ്ലാൻ ചെയ്യേണ്ടെന്നാ തോന്നണേ. ഇപ്പം നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാഴ്ചയൊക്കെ കണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എന്താവോ ആവോ. ഈ സീറ്റ് ബാക്കിലോട്ട് കുറച്ചുകൂടി റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. സീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫോൾഡബിൾ ഡൈനിങ് ട്രേ ഉണ്ട്. അതിൻ്റെ അടിയിൽ പിന്നെ വാട്ടർ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നമ്മൾ കയറി അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നൂലപ്പവും കടലക്കറിയും കേസരിയായിരുന്നു. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഉണ്ടായിരുന്നു. നൂലപ്പം എന്ന് ഞാൻ പറഞ്ഞത് ഇടിയപ്പത്തിന് കേട്ടോ. ഞങ്ങളുടെ സൈഡൊക്കെ കുറേ പേര് നൂലപ്പം എന്നാണ് പറയാറ്. നൂലപ്പവും നല്ല പഞ്ചസാര ഇട്ട തേങ്ങാപ്പാലും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചു. പിന്നെ കോഫി കുടിച്ചപ്പോൾ ഫുൾ ടാങ്ക് ആയി. ഇതാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. പിന്നെ കുഞ്ഞുവാവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇരുന്ന് വർത്താനം പറഞ്ഞ് മതിയായി, നിന്ന് വർത്താനം പറഞ്ഞ് മതിയായി. പിന്നെ റീൽസ് എടുക്കൽ തുടങ്ങി. മിക്കതും ഞങ്ങളെ ഇനി വന്ദേ ഭാരതിൽ കയറ്റും തോന്നണില്ല. കാരണം അമ്മാതിരി റീൽസ് എടുക്കലായിരുന്നു. പക്ഷെ ഞങ്ങളാരെയും അങ്ങനെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാരതപ്പുഴ കണ്ടത്. അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാട്ടോ. അതിൻ്റെ ഒരു സൈഡൊക്കെ വെള്ളം വറ്റിയിട്ട് മണൽത്തിട്ടകളൊക്കെ ശരിക്കും കാണാൻ പറ്റും. എന്നാലും അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ട്രെയിൻ നല്ല സ്ലോ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അതെല്ലാം കാണാൻ പറ്റി. പെരിയാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള ഭാരതപ്പുഴയാണ്. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഭയം തോന്നും. കാരണം കുറേ ഭാഗത്തെ വെള്ളമൊക്കെ വറ്റി മണൽത്തിട്ടകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. അതിൽ എന്തോ പണികൾ നടക്കുന്നുണ്ട്. ട്രെയിനിലെ നീറ്റ്നെസ്സിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഓരോ മിനിറ്റിലും അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. ഫുഡൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നതും നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പേസിലാണ്. ടോയ്ലറ്റ് ആണെങ്കിലും നല്ല ക്ലീൻ ആയിരുന്നു. ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് കണ്ണൂരാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും ഇതുപോലെ നല്ല ഫെസിലിറ്റി ഉള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് വരട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഉറപ്പീര് ഫംഗ്ഷൻ നടക്കുന്നത് മലബാർ റെസിഡൻസിയിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിനി അവിടേക്കാണ് പോകുന്നത്. എന്റെ കുഞ്ഞുമടിയുടെ അടുത്ത് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാട്ടോ അത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മലബാർ റെസിഡൻസിയിൽ എത്തി. അവിടെ ദ കപ്പിൾ ടു ബി റിയയും അഖിലും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന് അപ്പം തന്നെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഉറപ്പീര സെറിമണി കംപ്ലീറ്റ് ആയി.
ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നു കൈകിളി മലർത്തിക്കിളി. ടെൻഷനൊന്നും ഇല്ലാണ്ട് നല്ല ക്യൂട്ടായിട്ട് പാടി തീർത്തിട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ ഈ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.